തുടരുന്നു. മലയോര മേഖലകളിലേക്കും ഉൾനാടുകളിലേക്കുമുള്ള KSRTC ബസ്സുകളുടെ എണ്ണം നന്നേ കുറവാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഗുണം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ലഭിക്കുന്നില്ല. കണ്ണൂർ നഗരത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന 80% പ്രിയദർശിനി യാത്രയും പ്രധാന റൂട്ടുകളിലേക്ക് മാത്രമാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി എന്നീ റൂട്ടുകളിലാണ് കൂടുതൽ സർവീസുകൾ. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, 80% സൗജന്യ യാത്രയും പ്രധാന റൂട്ടുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. മലയോര മേഖലയിലേക്കുള്ള ഒരു സാഹചര്യം എന്താണ്? വിനീത, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ മലയോര മേഖലകളിലേക്കും ഉൾനാടുകളിലേക്കും, അതായത് പ്രധാനപ്പെട്ട സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്ത സ്ഥലങ്ങളിലേക്ക് KSRTC ബസ്സുകൾ ഇല്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഗുണം ലഭിക്കുന്നില്ല എന്നുള്ളത്. നമുക്കിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ആ പുതിയ ബസ് സ്റ്റാൻഡിലാണ് KSRTC ബസ് ഉൾപ്പെടെ വരികയും ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏകദേശം 100-200 അധികം സ്വകാര്യ ബസ്സുകൾ നിൽക്കുന്ന സമയത്തും ആകെ ഇവിടെ കാണാനുള്ളത് ഒരേ ഒരു പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര മാത്രമാണ്. അതായത് ഒരു ബസ് മാത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും TT മാനന്തവാടി കൽപ്പറ്റ, അത് കൂത്തുപറമ്പ് വഴി പോകുന്ന പ്രിയദർശിനി സൗജന്യ യാത്രയാണ്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും എത്രയോ അധികം സ്വകാര്യ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട റൂട്ടുകൾ, ഉൾനാടുകൾ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമ്പോഴും പ്രിയദർശിനി സൗജന്യ യാത്രയുള്ളത് കേവലം ഒരേ ഒരു ബസ് മാത്രമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഈ ബസ്സിനകത്തേക്ക് കയറി ആളുകളോടൊക്കെ ചോദിക്കാം. ഇവർക്ക് ഒരുപക്ഷെ കൂത്തുപറമ്പിലേക്ക് പോയി കൂത്തുപറമ്പിൽ നിന്ന് പിന്നീട് ഒരുപാട് അവരുടെ ഉൾനാടുകളിലേക്കൊക്കെ പോകുമ്പോൾ ബസ്സുകൾ ലഭ്യമാണോ എന്നുള്ള കാര്യം യാത്രക്കാരോട് തന്നെ ചോദിക്കാം. നമുക്കെന്തായാലും സ്ത്രീകൾ തന്നെയാണ് ഈ ബസ്സിലും കൂടുതലായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഒരുപാട് ആളുകളെയൊക്കെ കാണാൻ വേണ്ടി കഴിയും. എവിടത്തേക്കാണ് പോകുന്നത്? ഞങ്ങൾ മില്ലുമുക്ക്. ഇതിപ്പോൾ കൂത്തുപറമ്പ് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അതെ അതെ, വയനാട്. പ്രധാനപ്പെട്ട റൂട്ടുകളിലല്ലാതെ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര ഉൾനാടുകളിലേക്ക് അങ്ങനെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്ത സ്ഥലത്തേക്കൊക്കെ ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ? അങ്ങനെ ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പീച്ചങ്ങോട് മാനന്തവാടിയിൽ നിന്ന്. ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ KSRTC ബസ് കിട്ടുന്നുണ്ടോ ഇപ്പം നിലവിൽ? അതറിയില്ല. നിങ്ങളുടെ അനുഭവത്തിൽ എങ്ങനെയുണ്ട് KSRTC പ്രിയദർശിനി സൗജന്യം? കുഴപ്പമില്ല. എവിടെയാ സ്ഥലം? എവിടെയാ? മാനന്തവാടി. ദീർഘദൂര യാത്രക്കൊക്കെ ഗുണമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അടുത്തടുത്ത പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നതിൽ ബസ് എണ്ണം കുറവാണ്. ഞങ്ങൾ പിന്നെ ടൗൺ ഏരിയ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം അറിയില്ല. ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. സൗജന്യ യാത്ര കിട്ടില്ല. ആ സമയത്ത് സ്വകാര്യ ബസ്സുകൾ ആശ്രയിക്കേണ്ടി വരാം. എപ്പോഴും നമ്മൾ ഇതന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെല്ലാവരും രണ്ടും ഒരേപോലെ പോകുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ ബസ്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്ത്രീകൾ തന്നെയാണ് ഒരുപാട് പ്രധാനപ്പെട്ട. എവിടത്തേക്ക് പോകുന്ന ചേട്ടാ? മാനന്തവാടി. ഈ പറയുന്ന ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ KSRTCയുടെ ഈ സൗജന്യ ബസ് യാത്ര ഇപ്പം നമുക്ക് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നോക്കുമ്പോൾ 100-200 സ്വകാര്യ ബസ്സുകളുണ്ട്. പക്ഷേ ഇവിടെ കാണാനുള്ളത് ഒരു വിരലെണ്ണാൻ വേണ്ടി കഴിയുന്ന KSRTC ബസ്സുകൾ മാത്രമാണ്. ഈ പ്രധാനപ്പെട്ട റൂട്ടുകൾക്ക് മാത്രമേ ബസ് ഉള്ളൂ എന്നുള്ള പരാതി പൊതുവെ ഉയരുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ അനുഭവത്തിൽ? ഇല്ല. ബസ്സുകൾ കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്കാണല്ലോ സൗജന്യ യാത്ര. കുഴപ്പമില്ല. സൗജന്യ യാത്ര ആസ്വദിക്കും. ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ. ആദ്യമാണ് ഇത്രയും കാലമായിട്ട്? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ടിക്കറ്റ് മുറിച്ചില്ല? ഇല്ല, ഞാൻ വരുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് പ്രിയദർശിനി തന്നെ കിട്ടി. ഇതിപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പോഴും ഈ പറയുന്ന ഉൾപ്രദേശങ്ങളിലേക്കുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മാനന്തവാടി ബസ്സാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കൂത്തുപറമ്പ് ഇറങ്ങി മാനന്തേരിയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ KSRTC ബസ് ഇല്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉയരുന്നു. ഞാൻ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു. കൂത്തുപറമ്പ് ഇറങ്ങി എനിക്ക് അവിടുന്ന് പ്രിയദർശിനി ഇങ്ങോട്ട് കിട്ടി കണ്ണൂരിലേക്ക്. അപ്പൊ പിന്നെ അതിൽ പരാതിയൊന്നുമില്ല. ശരി, അതാണ് ചിലർക്ക് മാത്രമേ ഉള്ളൂ ആ പ്രശ്നം. പലരും പരാതിയില്ല എന്നത് തന്നെയാണ് പറയുന്നത്. അർജുൻ കല്യാട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.